ഹേ ഒരുപാടി എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കൊടൈക്കനാൽ ട്രിപ്പ് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏകദേശം വണ്ടി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു ഫ്രണ്ട് വരാനുണ്ട്, അപ്പോൾ വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അതേപോലെ അതെ നമ്മുടെ ജിക്സർ റൂട്ട് എന്താ ഇവിടെ ഇരിപ്പുണ്ട്. അതുപോലെ നമ്മുടെ ഒപ്പം വരുന്ന ഒരു ഹോണറ്റ് ഉണ്ട്, അബി എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രണ്ടിൻ്റെയാണ്. അത് ആരാന്നുള്ളത് കാണിച്ചു തരാം. പിന്നെ നമ്മളിട്ടുള്ള 4 വണ്ടിക്കാണ് പോകുന്നത്. അതിൽ ഒരു വണ്ടി ദേ അവിടെ ഇരിപ്പുണ്ട്, ഹണ്ടറാണ്. അങ്ങനെ ഇത്രയും വണ്ടിയാണ് നമ്മൾ പോകുന്നത്. ഫ്രണ്ടിന് വെയിറ്റിംഗ് ആണ്. ഇതാ വരുന്നതാണ് ആ ഒച്ച കെട്ടുന്ന വണ്ടി ഉണ്ടോ, R15, അതാണ് നമ്മുടെ ഫ്രണ്ട്. അങ്ങനെ നമ്മൾ ടോട്ടൽ 4 പേരായിട്ടാണ് കുറേ ട്രിപ്പ് പോകുന്നത്. ഞാനിപ്പം മൈക്ക് വെച്ചിട്ടില്ല, കാരണം അത്യാവശ്യം സൈലൻ്റ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ ദേ നമ്മുടെ ഫ്രണ്ട് ദേ വരുന്നു. അപ്പോൾ അവനോട് വന്നതിന് ശേഷം നമുക്ക് എന്തായാലും റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. ഇതിപ്പോൾ ഇതാണ് നമ്മുടെ ലൈനപ്പ്. ഹണ്ടർ ഉണ്ട്, ഒരു R15 ഉണ്ട്, പിന്നെ ജിക്സർ, അതുപോലെ ഹോണറ്റ്. 4 വണ്ടിക്ക് നമ്മൾ 4 പേരാണ് കൊടയിൽ പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഗോപ്രോ എന്നുള്ള പോയിൻ്റ് ഓഫ് വ്യൂവിൽ കാണാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ചേന്നമംഗലത്തുള്ള പുതിയ തൃക്കോവ് ക്ഷേത്രത്തിൽ ഭണ്ണാരത്തിൽ കാണിക്കിട്ടിട്ട് നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ഫ്രണ്ട്സ് 2 പേര് ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിന് വേണ്ടി കാത്തു നിൽക്കുവാണ്. അവനോട് വന്നു കഴിഞ്ഞാൽ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഓൾ സെറ്റ്, വണ്ടിയുടെ പേപ്പേഴ്സ് കാര്യങ്ങൾ ക്ലിയർ ആയിട്ടെല്ലാം എടുത്തിട്ടുണ്ട്. നമ്മുടെ പേഴ്സണൽ ഡോക്യുമെൻറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും സെറ്റാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പോകാം. നമ്മുടെ ഇന്നത്തെ റൂട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ആലുവ മൂന്നാർ വഴി കയറിയിട്ടുള്ള റൂട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി പോകുന്ന വഴി നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ ആലുവ വശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. റൂട്ട് ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഡേ, അതായത് നമ്മൾ 4 ഡേ ട്രിപ്പാണ് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഡേയിൽ നമ്മൾ കൊടൈക്കനാൽ പിടിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ നോർത്ത് പറവൂരുള്ളവരാണെങ്കിൽ നമുക്ക് ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് പുത്തൻവേലിക്കര എന്നുള്ള സ്ഥലം വഴി നമുക്ക് നേരെ ഈ ഹൈവേയിൽ ചെന്ന് ചേരാം. പാലിയേക്കട്ടോളിന് തൊട്ട് മുന്നിലുള്ള സ്ഥലത്ത് പോയി കയറിയിട്ട് അവിടെ നിന്ന് പിന്നെ ആ റോഡ് കണ്ടിന്യൂ ചെയ്ത് വടക്കാഞ്ചേരി വരെ പോയി അവിടെ നിന്ന് പിന്നെ നമ്മൾ ആലത്തൂർ വഴി ഗോവിന്ദാപുരം അങ്ങനെ പാസ് ചെയ്ത് പൊള്ളാച്ചി പഴനി വഴി കൊടൈക്കനാൽ. അതാണ് നോർമലി പോകുന്ന ഹൈവേ വഴി. നമ്മളതിന് പകരം എപ്പോഴും പോകുന്ന വഴി ആയതുകൊണ്ടും ഇതിന് മുന്നേ പോയി കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടും ബോറിങ് ആയതുകൊണ്ടും നമ്മൾ ഇത്തവണ ചൂസ് ചെയ്തിരിക്കുന്നത് കുറച്ച് കറങ്ങിയാണെങ്കിലും മൂന്നാർ വഴിയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത് നോർത്ത് പറവൂരിൽ നിന്ന് 20 കിലോമീറ്റർ അപ്പുറമുള്ള ആലുവ. അപ്പോൾ ആലുവയിൽ നിന്ന് പെരുമ്പാവൂർ, കോതമംഗലം, നേര്യമംഗലം, അടിമാലി വഴി മൂന്നാർ പോയിട്ട് അവിടെ നിന്ന് നമ്മൾ ഗ്യാപ്പ് റോഡ് എടുത്ത് അവിടെ നിന്ന് തമിഴ്നാട് ബോർഡർ ക്രോസ് ചെയ്ത് മുന്തൽ വഴി തേനി ആ റൂട്ട്, അതായത് വെസ്റ്റേൺ ഗാർഡ്സ് ഒരു പ്രാവശ്യം കയറി ഇറങ്ങി വീണ്ടും കയറി കൊടൈക്കനാൽ എത്തുന്ന ഒരു റൂട്ടാണ് നമ്മൾ ഇന്ന് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കോൺവോയിൽ നമ്മുടെ 4 വണ്ടിയും ഏകദേശം 60-70 സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ നോർത്ത് പറവൂർ കഴിഞ്ഞ് ഏകദേശം ഒരു 4.5 കിലോമീറ്റർ ആയിട്ടുണ്ട്. നമ്മൾ ആലുവയിലേക്ക് ഹെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിയിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസും റോഡിലുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ സമയം 4:38 ആയിട്ടുണ്ട്. 4 മണിക്ക് ഇറങ്ങണം. വലിയ ലേറ്റ് ഇല്ല, ഒരു 15 മിനിറ്റിൻ്റെ ലേറ്റേ ഉള്ളൂ. അത്യാവശ്യം ഉദ്ദേശിച്ച സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ആസ് ഓഫ് നൗ കുഴപ്പമൊന്നുമില്ല, എല്ലാം പ്ലാൻ ചെയ്ത പോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. വണ്ടിയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ വണ്ടി കുറേ നാളിൽ എടുക്കാഞ്ഞിട്ട് വണ്ടിക്ക് അത്യാവശ്യം മെയിൻ്റനൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ടയർ പുതിയ അപ്പോളോൻ്റെ സെറ്റ് ഇട്ടിട്ടുണ്ട്. അതേപോലെ ഫുൾ ടാങ്ക് ഫ്യൂവൽ ചെയ്തിട്ടുണ്ട്. പിന്നെ വണ്ടിക്ക് പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. അങ്ങനെ വണ്ടിയുടെ സൈഡും നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും തന്നെ എടുത്തതായിട്ടാണ് ഓർക്കുന്നത്. അപ്പോൾ ഒന്നും മിസ്സായിട്ടില്ല എന്ന് വിചാരിക്കണു. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഒരു വെതർ ഫോർകാസ്റ്റ് പോലെ ഇവിടുത്തെ കണ്ടീഷൻ പറയുകയാണെങ്കിൽ നോർത്ത് പറവൂരൊക്കെ ചൂടാണ്. നമ്മൾ ജാക്കറ്റൊക്കെ നിന്നപ്പോൾ തന്നെ നല്ല വിയർക്കുന്നുണ്ടായിരുന്നു. കൈയൊക്കെ നല്ല സ്വെറ്റായിട്ടിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ വണ്ടി ഓടുമ്പോൾ ആ സ്വെറ്റിലേക്ക് കാറ്റടിച്ചിട്ടുള്ള ചെറിയൊരു തണവില്ലേ, അത് മാത്രമേ ഇപ്പോൾ ഫീൽ ചെയ്യുന്നുള്ളൂ, അല്ലാണ്ട് വലിയ തണവൊന്നുമില്ല. അപ്പോൾ കൊടൈക്കനാലിൽ ഫോർകാസ്റ്റ് നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല തണവുണ്ട്. അപ്പോൾ ഇപ്പോൾ ഡെക്കാത്തലിൻ്റെ ജാക്കറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് എത്രത്തോളം അത് നമ്മുടെ തണവിനെ പ്രതിരോധിക്കും എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. പക്ഷേ അത്യാവശ്യം ക്ലോത്തിങ് എടുത്തിട്ടുണ്ട്, ഒരു എക്സ്ട്രാ ഒരു 2 ക്ലോത്തിങ് കൂടി എടുത്തിട്ടുണ്ട്. ഇൻ കേസ് തണവ് ഭയങ്കര കൂടുതലാണെങ്കിൽ നമുക്ക് ലെയർ ഇടാനായിട്ട്. അപ്പോൾ നമുക്കതൊക്കെ പിന്നീടുള്ള കാര്യമല്ല. നമുക്ക് എന്തായാലും ഇപ്പോൾ റൈഡ് എൻജോയ് ചെയ്യാം. അപ്പോൾ നമ്മളിത് ഇപ്പോൾ കരുമാലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തി നമ്മൾ ആലുവയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടിന്യൂസ് നമുക്ക് ഇനി വ്ലോഗ് ഇട്ട് എല്ലാവർക്കും ബോറിങ് ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഓരോ സ്ഥലങ്ങളെത്തുമ്പോൾ നമുക്ക് ക്യാമറ ഓൺ ആക്കി ഡീറ്റെയിൽസ് പറഞ്ഞ് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം ആലുവ പിടിക്കാം. അപ്പോൾ നമ്മളങ്ങനെ നോർത്ത് പറവൂരിൽ നിന്ന് ഹൈവേ വന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ആലുവ ടൗണിൻ്റെ വശത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ വശത്ത് നിന്ന് വരുമ്പോൾ അല്ലെങ്കിൽ ഏതൊരാൾക്കും അങ്കമാലിയൊക്കെ കഴിഞ്ഞിട്ട് ഈ വശമുള്ളവരൊക്കെ കൂടുതലും ആലുവ വന്നിട്ട് ടൗൺ കയറിയിട്ട് തന്നെയാണ് മൂന്നാർ പോവുക. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെയാണ് ഇപ്പോൾ ആലുവ ടൗണിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നേരെ വന്ന് കയറുന്നത്
ഇതിപ്പോൾ ആ കാണുന്ന സിഗ്നൽ എന്ന് പറഞ്ഞാൽ മാർത്താണ്ഡവർമ്മ പാലത്തിൻ്റെ സിഗ്നലാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കുന്നു. നേരെ നമ്മൾ ടൗണിലേക്ക് കയറുകയാണ്, ആലുവ. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ മറ്റേ കോതമംഗലം, നേര്യമംഗലം, അതേപോലെ തന്നെ പെരുമ്പാവൂർ, ആ റൂട്ട് സെയിം റൂട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം 5:45. നമ്മളിത് ഇപ്പോൾ പെരുമ്പാവൂർ കഴിഞ്ഞ് കോതമംഗലം, പ്രോപ്പർ കോതമംഗലം ബൈപ്പാസൊക്കെ കഴിഞ്ഞ് നമ്മളിത് മൂന്നാർ റൂട്ടിലാണ്. അപ്പോൾ ഇത് ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയത്. അറൗണ്ട് ഒരു 1 മണിക്കൂറും 1.25 മണിക്കൂറായി നമ്മൾ റൈഡ് തുടങ്ങിയിട്ട്. അപ്പോൾ ഇത് ഒരു ചായക്കടയിൽ ചായ കുടിക്കാൻ നിർത്തിയേക്കുവാണ്. ബോഡി പെയിൻ കാര്യങ്ങളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എല്ലാവരും ചെറുതായിട്ടൊരു സ്ലീപ്പി മൂഡായതുകൊണ്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ച് നിർത്തിയതാണ്. ഇതുവരെയുള്ള റോഡിൻ്റെ കണ്ടീഷൻ പറയുകയാണെങ്കിൽ പക്ക കണ്ടീഷനാണ് കേട്ടോ റോഡ്. അതായത് ഇനിയിപ്പോൾ ആരെങ്കിലും മൂന്നാർ വശത്തേക്ക് വരുന്നുണ്ടെങ്കിൽ നല്ല കിഡിലനാക്കി നല്ല വെടിപ്പാക്കി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഈ റോഡൊക്കെ ആണെങ്കിലും എന്താ റബ്ബറൈസ്ഡ് നല്ല കിഡിലനായിട്ടുണ്ട്. അങ്ങനെ രാവിലെ 6:20 കൂടിയിട്ട് നമ്മളിത് ഇപ്പോൾ നേര്യമംഗലത്ത് എത്തുകയാണ്. നേര്യമംഗലത്ത് ഈ കാണുന്ന ബ്രിഡ്ജ്, അതാണ് ഇടുക്കിയിലേക്കുള്ള ഗേറ്റ് വേ എന്നറിയപ്പെടുന്നത്. അതെ, നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇതാണ് നമ്മുടെ നേര്യമംഗലത്തുള്ള ഫേമസ് പാലം, നേര്യമംഗലം പാലം. അപ്പോൾ നമ്മളത് ക്രോസ് ചെയ്ത് വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ മൂന്നാറിൻ്റെ കയറ്റങ്ങളിലേക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ നിന്നാണ് കയറ്റം ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടം വരെയുള്ള റോഡിൻ്റെ റിവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു കോതമംഗലം വരെ നല്ല റോഡായിരുന്നു പറഞ്ഞു. കോതമംഗലം ടു നേര്യമംഗലം റൂട്ടിൽ കുറച്ച് കൺസ്ട്രക്ഷൻസ് ഉണ്ട്. അതായത് നമ്മൾ ഓടിക്കുന്ന റോഡിന് വീതി കുറവാണ്. 2 സ്ഥലങ്ങളിലും കുഴിച്ചിട്ടേക്കുക ഈ ചെറിയ കാനക്കൊക്കെ വേണ്ടിയിട്ടെന്നുള്ള രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബൈക്കേഴ്സൊക്കെ വരുമ്പോൾ കുറച്ച് സൂക്ഷിക്കുക. വളവൊക്കെ തിരിഞ്ഞ് വരുമ്പോൾ തന്നെ റോഡിൻ്റെ എന്താ പറയുക ഡീപ്പ് എക്സവേഷൻ കൊണ്ടുള്ള ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റോഡിൻ്റെ വശത്തോട് ചേർന്ന് വന്നു കഴിഞ്ഞാൽ കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ അതൊന്നും മനസ്സിൽ വെച്ചിട്ട് വരിക. ബാക്കിയുള്ള റോഡ് കുറച്ചൊരു 60 പിടിച്ച് വരാനൊക്കെ പറ്റിയ റോഡാണ്. പാച്ചസ് ഒന്നുമില്ല, നല്ല പക്ക വെൽ ടാർമാക്കായിട്ട് കിടക്കുവാണ്. അങ്ങനെ നമ്മളിത് ഇപ്പോൾ മൂന്നാറിലേക്കുള്ള കയറ്റം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഉള്ളൂ. ഇപ്പോൾ സമയം 6:30 ആയിട്ടുണ്ട്. നമ്മൾ ടോട്ടൽ 84 കിലോമീറ്ററും 100 മീറ്ററും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. മീറ്ററിൽ ഫുൾ ടാങ്ക് തന്നെ കാണിക്കുന്നത്. ഇന്നലെ ഫുൾ ടാങ്ക് 1001 രൂപയ്ക്കാണ് നമ്മൾ അടിച്ചത്. 10 എന്തോ ലിറ്ററാണ് ടാങ്ക് പിടിച്ചത്. ടോട്ടൽ 12 ലിറ്ററാണ് നമ്മുടെ ജിക്സറിൻ്റെ ടാങ്ക് വരുന്നത്. ഞാൻ റിസർവ് തൊടാറില്ല. അതായത് ആ റിസർവിന് ഇത് കാർബറേറ്റർ മോഡലാണ്, 15 മോഡലാണ്. അപ്പോൾ ഇതിന് മറ്റേ റിസർവിൻ്റെ ടാങ്കും കാര്യങ്ങളും സെറ്റപ്പൊക്കെ ഉണ്ട്. ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടിക്ക് ഇപ്പോൾ അതൊന്നും വരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ലിറ്ററിൻ്റെ റിസർവാണ്. അപ്പോൾ മാക്സിമം റിസർവിൻ്റെ ടാപ്പുമ്പോൾ തൊടാത്ത രീതിയിൽ തന്നെ ഫ്യൂൽ മെയിൻറ്റെയിൻ ചെയ്താൽ പോവാറ്. അപ്പോൾ ഇന്നലെയും റിസർവിന് തൊട്ടടുത്തായിരുന്നെങ്കിലും റിസർവ് ഓൺ ആക്കിയിട്ടുണ്ടായില്ല. അപ്പോൾ അതിന് കറക്റ്റ് 10 ലിറ്ററാണ് നമ്മുടെ ടാങ്കിൽ പിടിച്ചത്. അപ്പോൾ ഇത്രയും ഇപ്പോൾ 84.5 കിലോമീറ്റർ ഓടിയിട്ടും ഒരു കട്ട തീർന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അത്യാവശ്യം മൈലേജ് ഡ്രൈവാണ് പോകുന്നത് തോന്നുന്നു. പിന്നെ ഓവർ സ്പീഡ് നമ്മൾ പോകുന്നില്ല, കാരണം റോഡിൻ്റെ കണ്ടീഷനൊന്നും അത്ര വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഒരു 60-70 തന്നെ മാനേജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കിലോമീറ്റർ കവർ ചെയ്യുന്നത് 1 മണിക്കൂറിൽ ഏകദേശം ഒരു 50 കിലോമീറ്ററൊക്കെ വെച്ചിട്ടാണ് കവർ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഹറിബറി ഇല്ലതാനും, കാരണം ഇന്ന് വേറൊരു പ്രോഗ്രാമും നമ്മൾ ചാർട്ട് ചെയ്തിട്ടില്ല. ഇവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പതുക്കെ കൊടൈക്കനാൽ റൂമിൽ പോയി റീച്ച് ചെയ്യുക, റെസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരൊറ്റ പ്ലാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക ഹറിബറി ആയിട്ട് അവിടെ എത്തണമെന്നോ ഇത്ര ഷെഡ്യൂളിൽ നമ്മൾ ലേറ്റ് ആണെന്നോ അങ്ങനെ ഒരു എന്താ പറയുക തിരക്കുകളോ കാര്യങ്ങളും ഇല്ല. നമ്മളങ്ങനെ ചെയ്യപ്പാറ വാട്ടർഫോൾസ് എത്തി. വെള്ളമുണ്ടോ ഇല്ല, ഇത് വറ്റി വരണ്ടിടക്കുന്ന ചെയ്യപ്പാറ വാട്ടർഫോൾസാണ് നമ്മൾ കാണുന്നത്. ഇനിയിപ്പോൾ മൺസൂൺ സീസൺ ആവണം, വെള്ളമൊക്കെ വരണം എന്നുണ്ടെങ്കിൽ. അത്യാവശ്യം വെളിച്ചം റോട്ടിലൊക്കെ വന്നിട്ടുണ്ട്. 6:30 ആയപ്പോഴേക്കും ഒരു 10 മിനിറ്റ് തന്നെ വെളിച്ചം വന്നു കേട്ടോ. 6:20 ആയിരുന്ന സമയത്ത് ഇരുട്ടായിരുന്നു. ജസ്റ്റ് ഒരു 10 മിനിറ്റ് തന്നെ നല്ല അത്യാവശ്യം നല്ല വെളിച്ചം വന്നിട്ടുണ്ട്. ട്രാഫിക് റോഡിൽ വ്യത്യാസമൊന്നുമില്ല കേട്ടോ, അതായത് കൂടിയിട്ടൊന്നുമില്ല. എണ്ണിപ്പറക്കി വണ്ടികൾ ഇറങ്ങി വന്നു എന്നല്ലാണ്ട്. മാത്രമല്ല ഇട ദിവസം കൂടെ ആണല്ലോ, അപ്പോൾ ശനി ഞായറിന് തിരക്കുകളും ഉണ്ടാവില്ല. വളരെ കുറച്ച് വണ്ടികൾ മാത്രമേ ഓപ്പോസിറ്റ് അവിടെ നിന്നൊക്കെ വരുന്നുള്ളൂ. കണ്ടില്ല, ഇപ്പോൾ ആ ഒരു വണ്ടി പോയിട്ട് ഇത്തിരി ടൈം കഴിഞ്ഞിട്ട് അടുത്ത വണ്ടി അവിടെ നിന്ന് ഇറങ്ങി വരുന്നത്. ആ ഒരു തിരക്ക് മാത്രമേ റോട്ടിലുള്ളൂ.
നമ്മളങ്ങനെ ഇപ്പോൾ വളറ വാട്ടർഫോൾസിലേക്ക് എത്തി. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. വളറ വാട്ടർഫോൾസിൽ അത്യാവശ്യം വെള്ളം ഉണ്ട്. ബ്രേക്ക് എടുക്കാൻ തോന്നുന്നു. നമുക്കൊന്ന് സൈഡാക്കാം. നമ്മുടെ വണ്ടികളുടെ ലൈനപ്പ് നേരെ തിരിഞ്ഞു കഴിഞ്ഞാൽ ദേ വളറ വാട്ടർഫോൾസ്. ഇവിടെ അടിയിൽ നിറച്ച് ഈറ്റയൊക്കെ ഉണ്ട്. ഇതിന് മുന്നേ കണ്ട വാട്ടർഫോൾസ് ആയിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് അത്യാവശ്യം ആക്റ്റീവാണ്. അത്യാവശ്യം വെള്ളമുണ്ട്. ചെറിയ വലിയ പേടിപ്പിക്കുന്ന രീതിയിലുള്ളൊരു രീതിയിലല്ല, പക്ഷേ എന്നാലും നിങ്ങൾ കണ്ടില്ലേ അത്യാവശ്യം വെള്ളമുണ്ട് നമുക്ക്. അപ്പോൾ ഇത് നിൽക്കുന്നു. ഈ നടന്നു വരുന്നതാണ് സായ്. അതാ ഹോട്ടലിരിക്കുന്നത് അബി. ഇതാ പോകുന്നത് ഗോപാലൻ. ഇതാണ് നമ്മുടെ ഗ്യാങ്. അങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 130 മുതൽ 135 കിലോമീറ്ററിനിടയിലുള്ള മൂന്നാർ എന്ന് പറയുന്ന ഹിൽ സ്റ്റേഷനിലേക്ക് നമ്മൾ എൻ്റർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മൂന്നാർ ടൗണിൻ്റെ ഭാഗങ്ങളായി. ഒരു 2.5 കിലോമീറ്ററോടെ പോയി കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ഹോട്ടൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുള്ളൂ. തണവെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മോ, ഞാനിപ്പോൾ ദീർഘശ്വാസം വിടുമ്പോഴേ ഹെൽമെറ്റിൽ മിസ്റ്റ് പിടിക്കണം. നല്ല കിട്ടില്ല തണവ് എന്ന് പറഞ്ഞാൽ കിട്ടില്ല തണവ്. അത്രയും നേരം ഉണ്ടായിരുന്നില്ല. ഈ ഒരു മൂന്നാറിൻ്റെ ഈ വെൽക്കം ടു മൂന്നാർ ബോർഡിന് ഒരു 1 കിലോമീറ്റർ മുന്നേ ഒരു മലയുടെ ഒരു ഷെയ്ഡ് വന്നു. ആ ഷെയ്ഡിലൊരു തണവ് അങ്ങോട്ട് അടിച്ച് കയറിയിട്ട് ഇങ്ങനെ നമ്മളെ സൂചി കൊണ്ട് കുത്തുന്ന രീതിയിലൊരു തണവാണ് അങ്ങോട്ട് വന്നത്. അവിടെ നിന്ന് ഇപ്പോൾ വെയിലുണ്ടായിട്ട് പോലും നല്ല അസല് തണവുണ്ട്. നമ്മൾ ആ ഒരു തണവിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റോഡ് ഇവിടെയൊക്കെ ചെറിയ പാച്ച് ഉണ്ട് എന്നല്ലാണ്ട് മോശമൊന്നുമില്ല കേട്ടോ. കണ്ടില്ലേ, നല്ല എന്താ പറയുക, അത്യാവശ്യം നല്ല റബ്ബറൈസ്ഡ് ആയിട്ടുള്ള റോഡ് തന്നെ കിടപ്പുണ്ട്. പാച്ചുകളൊന്നും ഇല്ലാണ്ട്. മൂന്നാർ അടുത്തുള്ള KSRTC ഡിപ്പോൻ്റെ അടുത്തെത്തി. ഇത് അതിനടുത്തുള്ള പൈൻ ഫോറസ്റ്റ്, അതേപോലെ തന്നെ ഇത് നല്ലോണം ആൾക്കാർ കളിക്കുന്നുണ്ട് രാവിലെ ഫുട്ബോൾ. ഫോറിനേഴ്സിനെ കാണാം. ഇതാണ് നമ്മുടെ KSRTC ഡിപ്പോ. തമിഴ്നാടിൻ്റെയും നമ്മുടെ സ്വിഫ്റ്റും എല്ലാം കിടപ്പുണ്ട്. ആ വേണ്ട, നമുക്ക് ഇവിടെ ഇടയിൽ തന്നെ കഴിക്കാം. ഇത് കഴിച്ചാലോ? എവിടെ കയറാം? സമയം കളയണ്ട. അപ്പം ഗൈസ്, നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവാണ് ഗൈസ്. അന്നപൂർണി എന്ത് പേരത്? അന്നപൂർണ എന്നായിട്ടുണ്ട്. അന്നപൂർണിയിലാണ് നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ കയറാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ മോഡേൺ പ്ലേറ്റ് നിൻ്റെയാണ്. നമ്മളപ്പോൾ SN റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഇറങ്ങുവാണ്. ഫുഡ് ഞങ്ങൾക്ക് 4 പേർക്കും കൂടെ പലരും പല സാധനങ്ങളാണ് കഴിച്ചത്. എന്തായാലും കോമൺ ആയിട്ട് ഞങ്ങൾ ഓരോരുത്തർ 2 ചായ വെച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നല്ല തണുവുള്ളതുകൊണ്ട് നല്ല സുഖവും ഉണ്ടായിരുന്നു. അപ്പോൾ ടോട്ടലായിട്ട് 410 രൂപ, അതായത് പെർ ഹെഡ് ഒരു 100 സംതിങ്ങേ വന്നുള്ളൂ. റീസണബിളാണ്. ടേസ്റ്റും ഉണ്ട് കേട്ടോ, അത്ര മോശമൊന്നുമല്ല. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇനി പോവുകയാണ്. നമ്മൾ മൂന്നാർ ടൗണിൽ കയറുന്നില്ല. മൂന്നാർ ടൗണിന് തൊട്ട് മുന്നേ ആയിട്ട് ഗ്യാപ്പ് റോഡ് പോകാനായിട്ടൊരു ചെറിയ പാലമുണ്ട്. അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞ് നമ്മൾ ഗ്യാപ്പ് റോഡ് വഴിയാണ് ഇനി പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ടുള്ള മൂന്നാറിൻ്റെ ആ ഒരു ചോക്ലേറ്റ് കടകളും പമ്പുള്ള അങ്ങോട്ടൊന്നും പോകണില്ല. നമ്മളിവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് നമ്മൾ പൂപ്പാറ റൂട്ട് കയറുവാണ്. തുടക്കത്തിൽ തന്നെ മോശം വഴിയാണെങ്കിലും മറ്റേ റോഡ് അടിപൊളിയാണ്. അതേപോലെ ഒരു പ്ലാസ്റ്റിക് കൊണ്ടൊക്കെ കൊള്ളാമല്ലേ. പ്ലാസ്റ്റിക് കൊണ്ട് ഫുൾ ആനകാരിലൊക്കെ പ്ലാസ്റ്റിക് വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ. യെസ്, വി ആർ എൻറ്ററിങ് ദി ഫേമസ് മൂന്നാർ ഗ്യാപ്പ് റോഡ്.
ഇത് നാഷണൽ ഹൈവേ ആണ്. നമുക്ക് ധനുഷ്കോടി മുതൽ കൊച്ചി വരെ ഈ വഴിയിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് വരാൻ പറ്റും. നമ്മൾ ഓൾമോസ്റ്റ് ഈ വഴി വന്നതൊക്കെ ഇതേ ഹൈവേ തന്നെയാണ്. ഞാൻ പറഞ്ഞിരുന്നു, എനിക്ക് ഗ്യാപ്പ് റോഡ് ഡെവലപ്പ് ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റത്തെ ഒരു 2 ലൈൻ ആയിരുന്ന സമയത്ത്, ഇപ്പോഴും 2 ലൈൻ തന്നെയാണ്, പക്ഷെ നല്ല വീതിയുണ്ട്. ആ ഒരു ഡെവലപ്പിങ്ങിന് മുന്നേ ഞാൻ വന്നിട്ട് അതിൻ്റെ റിയൽ ബ്യൂട്ടി എൻജോയ് ചെയ്തിട്ടുള്ളതാണ്. ആദ്യം നമ്മൾ മൂന്നാർ ടൗൺ പോകണമായിരുന്നു. പോയിട്ട് ഈ വഴി കണ്ടില്ലേ, ഈ വഴി ഈ ചെറിയ പാലം കയറിയിട്ടാണ് നമ്മൾ ഗ്യാപ്പ് റോഡ് പോയിരുന്നത്. ഇത്രയും ഗ്യാപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരൊറ്റ ലൈൻ, ഈ നമ്മുടെ ഈ റോഡിൻ്റെ എഡ്ജ് മുതൽ സെൻട്രലിലെ ആ ഒരു ലൈന് അത്രേ ഉണ്ടായുള്ളൂ ഈ റോഡിൻ്റെ വീതി എന്ന് പറയുന്നത്. പിന്നീട് മലകളൊക്കെ ചെത്തിയെടുത്ത് അതേപോലെ തന്നെ കോൺക്രീറ്റും അതേപോലെ കല്ലൊക്കെ വെച്ചിട്ട് പടുത്തിട്ടൊക്കെ സ്ട്രോങ് ആക്കിയിട്ടാണ് ഇത്രയും വൈഡനിങ് ചെയ്തത്. അങ്ങനെ വൈഡനിങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒബ്വിയസ്ലി ടോള് വരും. ഇടുക്കിയിലെ ഫസ്റ്റത്തെ ടോള് ഈ റൂട്ടിലുണ്ട്. നമുക്ക് അവിടെ അടുത്ത് നിർത്തിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കേണ്ടതുണ്ട്. ഒരു വ്യൂ കാണിച്ചു തരാം. ദിസ് ഈസ് ദ വ്യൂ. അതാണ് മൂന്നാർ ടൗൺ. ഇതാണ് മൂന്നാർ ടൗൺ. അടിയിൽ കൂടെ പോകുന്നത് കുണ്ടല വെസ്റ്റേക്കുള്ളൊക്കെ റോഡുകളും കാര്യങ്ങളൊക്കെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഗ്യാപ്പ് റോഡ് തന്നെ കണ്ടിന്യൂ ചെയ്ത് പൂപ്പാറ വെസ്റ്റേക്ക് പോവാം. ഗ്യാപ്പ് റോഡിൽ തന്നെയാണ് നമ്മളുള്ളത്. അപ്പോൾ നമ്മളിത് അവിടെയുള്ളൊരു വ്യൂ പോയിൻ്റാണ് നിങ്ങൾ കുറച്ചൊരു മുന്നേ കണ്ട്. റെസ്റ്റ് എടുക്കലും ഒപ്പം തന്നെ നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. നമുക്കവിടെ ബോർഡ് കാണാം, കണ്ടില്ലേ? അതായത് ചെമ്മണ്ണാർ, രാജക്കാട്, ബൈസൺ വാലി, തേനി, തേക്കടി, സൂര്യനെല്ലി എല്ലാം പോകുന്നത് ഈ വഴി തന്നെയാണ്. അപ്പോൾ ഒരു ഡീവിയേഷൻ ഉണ്ട്, കാരണം റൈറ്റിലേക്ക് തിരിഞ്ഞൊരു വഴി പോകുന്നുണ്ട്, സ്ട്രെയിറ്റ് പോകുന്നുണ്ട്. നമുക്ക് പോകേണ്ടത് തേനി റൂട്ടിലേക്കാണ്. നമ്മൾ മുന്തൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ വെസ്റ്റേൺ ഗഡ്സിൻ്റെ തന്നെ അപ്പുറത്തെ വശത്തേക്കാണ് നമ്മൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഗ്യാപ്പ് റോഡ് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. സൂര്യരശ്മികൾ വെള്ളത്തിൽ തട്ടിയിട്ട് സിൽവർ ഫിനിഷിൽ നമുക്ക് ആനയിറങ്ങൽ ഡാം അവിടെ കാണാൻ പറ്റും. അകലെ കണ്ടില്ലേ? തൊട്ടടുത്ത് തന്നെ നമുക്ക് മൗണ്ടൻ റേഞ്ചസ് ഉണ്ട്, തേയിലത്തോട്ടം ഉണ്ട്, അത്യാവശ്യം ചെറിയൊരു മൂടലുണ്ട്, നല്ലൊരു റോഡുണ്ട്, എല്ലാം കൊണ്ട് പെർഫെക്റ്റായിട്ട്. മൂന്നാറിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും കാണുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ തേയില കൊണ്ടുപോകുന്ന മഹേന്ദ്രയുടെ പണ്ടത്തെ ചെറിയ ട്രാക്ടർ. അതേ കിടക്കുന്നത് അവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് തേയില പറിക്കുക, അത് അവിടുന്ന് ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകാനുള്ള പരിപാടിയാന്ന് തോന്നുന്നു. അവിടെ ആൾക്കാരൊക്കെ കാണുന്നുണ്ട്. ഹിയർ ഇറ്റ് ഈസ്. ഓപ്പൺ ചെയ്തിട്ടില്ല എന്നാണ് വിശ്വാസം. ഇതാണ് ഇടുക്കിയിലെ ഫസ്റ്റ് ടോള് നമ്മുടെ ഗ്യാപ്പ് റോഡിൽ വന്നിരിക്കുന്നത്. ഇതാണ് വില വിവരം. കാറിനൊക്കെ ഇപ്പോൾ 35 രൂപ സംതിങ് ഒക്കെ ഉള്ളൂ. വലിയ എക്സ്പെൻസീവ് എന്ന് പറയാനില്ല, പക്ഷേ ഇടുക്കിക്കാർക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു പരിപാടിയാണല്ലോ ടോൾ കൊടുക്കൽ എന്ന് പറയുന്നത്. നമ്മൾ എറണാകുളംകാരെ സംബന്ധിച്ചിടത്തോളം മുക്കിനും മൂലയിലും എവിടെ പോകണമെങ്കിലും ടോളുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം പോകണമെങ്കിൽ അരൂർ കൊടുക്കണം, തൃശ്ശൂർ പോകണമെന്നുണ്ടെങ്കിൽ ഹൈവേ പിടിക്കുകയാണെങ്കിൽ നമുക്ക് പാലിയേക്കര കൊടുക്കണം, വടക്കഞ്ചേരി കൊടുക്കണം, ഇനിയിപ്പോൾ എറണാകുളം തന്നെ കണ്ടെയ്നർ റോട്ടിൽ കൊടുക്കണം. അപ്പോൾ നമുക്കത് ശീലമായി. ഇടുക്കിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മളങ്ങനെ കേരള തമിഴ്നാട് ബോർഡറായ ബോഡിമേട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കണ്ടില്ലേ ബസ്, തേനി, പൂപ്പാറ ബസ്സുകളൊക്കെ ഇവിടെ നിന്നാണ് നമ്മൾ തമിഴ്നാട് ബസ്സിലേക്കാണ് പോകുന്നത്. തമിഴ് ബോർഡുകളൊക്കെ രാമേശ്വരം, ദിണ്ടിഗൽ, മധുരൈ കണ്ടില്ലേ? ഇത് ചെക്ക് പോസ്റ്റുകൾ, കാര്യങ്ങൾ, ബെൻഡുകളിൽ ലോറി കയറണമെന്നുണ്ടാന്ന് തോന്നുന്നു. നല്ല പാച്ച് വർക്കുകളുണ്ട്. കേരള ലോറിയൊക്കെ അവിടെ നിന്ന് കയറി വരുന്നുണ്ട് മുകളിലേക്ക്. ടാറ്റ പ്രൈമ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കേരള സൈഡ് തന്നെയുണ്ട് നല്ലത്. മാത്രമല്ല ഇത്രയും ഷാർപ്പ് ഹെയർ പിൻ ബെൻഡുകൾ കേരള സൈഡ് ഉണ്ടായിരുന്നില്ല. കണ്ടില്ലേ? റോഡൊക്കെ അത്യാവശ്യം പൊട്ടിപ്പൊളി നടക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ. നമുക്ക് ഇറങ്ങുന്ന സ്ഥിതിക്ക് കുഴപ്പമില്ല, കയറി വരുന്ന വശത്താണ് കുറച്ചുകൂടെ കൂടുതലായിട്ട് പാച്ചുകൾ ശ്രദ്ധയിൽപ്പെടുന്നത്. പിന്നെ ബ്ലൈൻഡായിട്ടുള്ള ടേൺസാണ് ഈ മുന്തൽ റൂട്ടിൽ കൂടുതലും. അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ ഒഴുക്കും ഉണ്ട്. അപ്പോൾ അതൊക്കെ ആയിരിക്കാം റോഡ് പെട്ടെന്ന് പൊളിയണതിനുള്ള കാരണം. റോഡൊന്നും അത്ര കറുകറുത്ത ടാർമാക്കായിട്ടോ അങ്ങനെ തോന്നുന്നില്ല. കുറച്ചൊരു ഡസ്റ്റി ഫീലാണ് നമുക്ക് ഈ വശത്തൊക്കെ ഉള്ളത്. കുന്നൊക്കെ ഇടിയുന്നതുകൊണ്ടായിരിക്കും തോന്നുന്നു. കണ്ടില്ലേ? നല്ലോണം കുന്നിടിഞ്ഞ് കല്ലൊക്കെ താഴെ വന്ന് കിടക്കുന്ന ഒരു വ്യൂ ഒക്കെയാണ് കിട്ടുന്നത്. അപ്പം നമ്മൾ ഹെയർ പിൻ ബെൻഡൊക്കെ ഇറങ്ങി ഒന്നാമത്തെ ഹെയർ പിൻ ബെൻഡ് അടക്കം ഇറങ്ങിയിട്ട് ഇപ്പോൾ സമാന്തരമായിട്ടുള്ള തേനി വശത്തേക്ക് എത്തിയിരിക്കുകയാണ്.
നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് റെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഭയങ്കര ചൂടാണ്, നല്ല ഡീഹൈഡ്രേഷനും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ കരുതിയിട്ടുണ്ടെങ്കിലും ഇത്രയും നേരം തണവ് അറ്റ്മോസ്ഫിയറിൽ ഓടിച്ചുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യം വന്നിരുന്നില്ല. പക്ഷെ ഇപ്പോൾ തമിഴ്നാടൻ ചൂട് നമ്മൾ അറിഞ്ഞു തുടങ്ങി. അപ്പോൾ ഡീഹൈഡ്രേഷനും അതേപോലെ പുകച്ചിൽ കാര്യങ്ങളൊക്കെ നമുക്കിനിയിപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യണം. അപ്പോൾ ഒരു റെസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു സ്ഥലം, ഒരു തണലാണ് നമ്മളിനിയിപ്പോൾ അന്വേഷിക്കുന്നത്. അപ്പോൾ ഈ കയറ്റുറക്കവും ഒക്കെ ഒന്ന് കഴിഞ്ഞ് ഗാർഡ് സെക്ഷനൊന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാം എന്നുള്ള പ്ലാനിലാണ് എല്ലാവരും. എസ്പെഷ്യലി R15 ഓടിക്കുന്ന കൂട്ടുകാരന്, അതായത് ഗോപാലിൻ്റെ കൈക്ക് ചെറിയൊരു പെയിനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റെസ്റ്റ് എടുത്തൊന്ന് മാറ്റുവാണെങ്കിൽ അത് ഇനിയിപ്പോൾ അവന് പ്രശ്നം ഉണ്ടാവില്ല. അതല്ല, അത് തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ റൈഡ് ചെയ്യുമ്പോൾ ഭയങ്കര ഡിസ്കംഫേർട്ടായിരിക്കും. നാളെയും മറ്റന്നാളൊക്കെ നമുക്ക് റൈഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് റെസ്റ്റ് എടുക്കാം എന്നുള്ളൊരു പ്ലാനിൽ തന്നെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലം കിട്ടുമോ നമുക്ക് നോക്കട്ടെ. നമ്മളിപ്പോൾ താഴെ ഇറങ്ങിയിട്ട് റെസ്റ്റ് എടുക്കാനായിട്ട് നിന്നു. ഇത് ഇവിടെ ഷെയ്ഡ്സ് കണ്ടിടത്താണ് നമ്മൾ വണ്ടി വെച്ചിരിക്കുന്നത്. നമുക്ക് ഇളനീര് കുടിക്കാം. എത്രയാടാ? 40 രൂപ. എടാ 40 രൂപയാണ്. 4 എണ്ണം പറയട്ടെ? 4 എണ്ണം പറഞ്ഞു. ഇളനീര് കുടിക്കാം. നമ്മൾ നിർത്തിയാണ്ട് തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് നല്ല മാവും തോപ്പ് കാണാം. വലിയ മാവാണ്, പക്ഷേ കായ്ച്ചിട്ടൊന്നുമില്ല. പൂവിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. 3Xൽ കാണിച്ചു തരാൻ പറ്റും, നോക്കട്ടെ. കണ്ടോ, പൂവിട്ട് നിൽക്കുന്നുണ്ട്, പക്ഷേ കായ്ച്ചിട്ടൊന്നുമില്ല. അടുത്ത കരിക്കായി നമുക്കത് മേടിക്കാം. റോഡിൻ്റെ അപ്പുറ സൈഡ് നമുക്ക് തെങ്ങും തോപ്പ് കാണാം. വലിയ തെങ്ങും തോപ്പാണ്. കരിക്കിൽ നല്ലോണം വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. വയറ് നിറയെ വെള്ളം കിട്ടി നമുക്ക്. കാഷ്യർ കൊടുക്കും. കൂട്ടത്തിലുള്ള 100കാരൻ്റെ കിളി പോയി തോന്നുന്നുണ്ട്. 100കാരൻ തിരുവനന്തപുരം വണ്ടിയാണല്ലോ, വിത്ത് ഹോൾ ഓൺ എക്സോസ്റ്റ്. ഹേയ് 100കാരൻ താങ്കളുടെ കുണ്ടി പോച്ച. റേസിംഗ് ആണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. കേരളത്തിന് പുറത്ത് പോയിട്ട് KSRTC കാണുമ്പോഴുള്ളൊരു ഫീല് അത് ഒന്ന് വേറെ തന്നെയാണ്. അങ്ങനെ നമ്മുടെ 45 മിനിറ്റ് റെസ്റ്റിന് ശേഷം നമ്മളത് ഇപ്പം ഇനി പോവുകയാണ്. ഇപ്പം നമ്മൾ ബോഡിമേട്ട് ഇറങ്ങിയിട്ട് ബോഡിനായക്കനല്ലൂർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. ഇടുക്കിക്കാരുടെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ബോഡിനായക്കനല്ലൂരിലാണ്. പിന്നെ അവർക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ആലുവയ്ക്ക് തന്നെ വരേണ്ടി വരും. അപ്പോൾ അവിടെ നിൽക്കുന്നത് നമ്മളിപ്പോൾ ഇനി ഒരു ഹോട്ടലിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടേക്കുള്ള മാപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഒരു ഘട്ട മാത്രമാണ് ഫ്യൂവൽ കുറഞ്ഞിട്ടുള്ളത്, 12:23. അപ്പോൾ എസ്റ്റിമേറ്റഡ് ടൈം ഓഫ് അറൈവൽ 12:49. അപ്പോൾ ഒരു മണിക്ക് മുമ്പായിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ആര്യാസിൽ ഒരു വെജ് ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നുള്ളൂ, നോൺ വെജ് കഴിക്കുന്നില്ല. ബോഡിമേട്ട് ഇറങ്ങി താഴെ വന്ന് കഴിഞ്ഞപ്പോൾ സാധാരണ തമിഴ്നാടൻ ജീവിതങ്ങളായിട്ടുള്ള ബാക്കിലേക്കാണ് റോഡ് സൈഡ് എന്തൊക്കെയോ ഇട്ട് വിരിച്ചുണക്കുന്നതും പരിപാടികളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ചെക്ക് പോസ്റ്റ് വരുന്നത് ഇവിടെയാണ്. ഒരു പെട്രോൾ പമ്പൊക്കെ ഉണ്ട് അടിയിൽ. അപ്പോൾ ഇവിടെ നിന്നാണ് ശരിക്കും നമ്മൾ മുകളിലേക്ക് കയറുവാണെങ്കിൽ ഗാർഡ് സെക്ഷൻ്റെ സ്റ്റാർട്ടിങ് ഈ ചെക്ക് പോസ്റ്റ് ഏരിയയിലൊക്കെയാണ്. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റൊക്കെ ഇത് ഇവിടെ ഇട്ടാൽ വരിക ബോഡിമേട്ടിൻ്റെ. ഇതാ ഒരു ചെറിയൊരു പമ്പും ഒക്കെ ഉണ്ട്. നമ്മളാ പറഞ്ഞ റെയിൽവേ ട്രാക്ക് ഇതാണ്. അപ്പോൾ അതിൻ്റെ ഓവർ ബ്രിഡ്ജ് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബാക്കിൽ. അപ്പോൾ അതിൻ്റെ പൊടിയും കൺസ്ട്രക്ഷൻ കാര്യങ്ങളാണ്. ഇതൊരു സിംഗിൾ ലൈൻ ഇതേ ഇറക്കണം നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. ട്രെയിനുകൾ 2 കിടപ്പുണ്ട്. സിംഗിൾ ട്രാക്കാണ് കേട്ടോ, ഡബിൾ ട്രാക്കൊന്നുമില്ല. തിരക്കില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടായിരിക്കാം. നല്ല അസൽ പൊടി ഉണ്ട്, കണ്ടല്ലേ, നല്ല പൊടിയുണ്ട്. റെസ്റ്റ് എടുത്ത സ്ഥലത്ത് നിന്ന് നമ്മൾ ഓടിയപ്പോൾ അതേ പ്രോപ്പർ തേനിയിലുണ്ട്. തേനി ഇത് ഔട്ടറായിട്ട് വരും. അപ്പോൾ നമ്മളൊരു റെസ്റ്റോറൻറ്റ് റേറ്റിംഗ് ഒക്കെ നോക്കിയിട്ട് ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെ അടുത്ത് എവിടെയൊക്കെയാണ്. അപ്പോൾ അത് ഇങ്ങനെ ഹണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ അതെ ശ്രീ ആര്യാസ് വെജിറ്റേറിയൻ ഇത് തന്നെ. അപ്പോൾ ഇവിടെ കയറി ഭക്ഷണം കഴിക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് നമ്മൾ. അപ്പോൾ നമുക്ക് ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാം. നമ്മളങ്ങനെ ശ്രീ ആര്യാസ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ച് ഇറങ്ങി. ഫുഡിൻ്റെ റിവ്യൂവിനെ കുറിച്ച് അഭിപ്രായം പറയുവാണെങ്കിൽ വെയിറ്റിംഗ് ടൈം ഇച്ചിരി കൂടുതലാണ്, പക്ഷേ ടേസ്റ്റ് ഉണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്, റേറ്റും റീസണബിൾ ആണ്, കുഴപ്പമൊന്നുമില്ല. ഒരു മലയാളി ടേസ്റ്റ് ബഡ്സിന് ഇഷ്ടാവുന്ന ഇതാണ്. നമുക്ക് ഓവറായിട്ട് അങ്ങോട്ട് ഒഫെൻസീവ് ആവുന്നത് അല്ലെങ്കിൽ ടേസ്റ്റ് വൈസ് നമുക്കൊട്ടും പിടിക്കാത്ത അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒന്നുമില്ല കേട്ടോ. ഫുഡ് കുഴപ്പമില്ല, നല്ലതാണ്.
അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കൊടൈക്കനാലാണ്. 77 കിലോമീറ്ററാണ് മാപ്പിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഇനി ഇവിടെ നിന്ന് 2 ടൗൺ ഉണ്ട്, അതിനെ സ്കിപ്പ് ചെയ്ത് ബൈപ്പാസ് വഴി പോയിട്ട് വേണം കൊടൈക്കനാലിലേക്ക് ചെല്ലാനായിട്ട്. വഴികളുടെ പേര് കുറച്ച് പണിയാണ് നമുക്ക് പറയാനായിട്ടേ. ഈ എന്തോ ഇങ്ങനെ പെട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള സർനെയിമൊക്കെ വെച്ചിട്ടാണല്ലോ ഓരോ സ്ഥലങ്ങളുടെ പേര് വരുന്നത്. അപ്പോൾ അതൊന്ന് നോക്കേണ്ടതുണ്ട്. എന്തായാലും നോക്കാം, നമുക്ക് പോകാം എന്തായാലും. ഈ റൂട്ടിൽ അത്യാവശ്യം കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റുകളൊക്കെ അവൈലബിൾ ആണ്. നമ്മളങ്ങനെ തേനി കഴിഞ്ഞ് ഇപ്പോൾ പെരിയകുളം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇത് ആക്ച്വലി പെരിയകുളം എന്ന് പറഞ്ഞിട്ടുള്ള ടൗണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വരിക. ഇത് ബൈപ്പാസാണ്. അപ്പോൾ നമ്മൾ ബൈപ്പാസ് കയറിയിട്ട് പെരിയകുളം എന്ന് പറഞ്ഞിട്ടുള്ള ടൗണിനെ നമ്മൾ സ്കിപ്പ് ചെയ്ത് പോവാണ്. വീണ്ടും സ്ട്രെയിറ്റ് ഇതേ കൊടൈക്കനാലിൻ്റെ ബോർഡ് വന്നു. കൊടൈക്കനാൽ 66 കിലോമീറ്റർ, ഡിണ്ടുഗൽ 57, ചെന്നൈ 478, ദേവടനപ്പട്ടി 7 കിലോമീറ്റർ. ഈ ദേവടനപ്പട്ടി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തു നിന്നാണ് നമ്മൾ കൊടൈക്കനാലിലേക്ക് തിരിഞ്ഞ് ഈ മല കയറാനായിട്ട് പോകുന്നത്. നമ്മളങ്ങനെ തേനി കഴിഞ്ഞിട്ടുള്ള ദേവാനന്ദപ്പെട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ശരിക്കും ഇതിന് ബൈപ്പാസ് വഴി കയറി പോവാം. നമ്മളിപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്നത് ടൗൺ വഴി കയറി പോകാം എന്നുള്ളൊരു വഴിയാണ്. കാരണം ഇത് ഷോർട്ട് കട്ട് കാണുന്ന സമയത്ത് നല്ല ഭംഗിയുള്ള വഴികളൊക്കെ ശ്രദ്ധയിൽ പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം എന്നുള്ള ഒരു പരിപാടിയാണ്. നമ്മളെ ഗ്രാമത്തിൻ്റെ ശരിക്കും ഇൻറ്റീരിയർ വഴികളിൽ കൂടെ ഉണ്ടോ പോകുന്നത്. കണ്ടോ, തെങ്ങും തോപ്പും കൃഷികളും പഞ്ഞിക്കൃഷിയൊക്കെ തോന്നുന്നു ഇവിടെ. ഇതൊക്കെ എന്തെങ്കിലും ഒരു വ്യത്യസ്ത അനുഭവമായി. കാരണം ബൈപ്പാസ് കൂടെ പോയി കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ലല്ലോ. മാവും തോപ്പുണ്ട്, തെങ്ങും തോപ്പുണ്ട്, കൃഷി ഫുൾ കൃഷിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ചാണകത്തിൻ്റെയൊക്കെ സ്മെല്ലാണ്. കാരണം വളത്തിന് വേണ്ടിയിട്ട് ഇടുന്ന അങ്ങനത്തെ ഐറ്റംസിൻ്റെയൊക്കെ സ്മെല്ലുകളും കാര്യങ്ങളുമാണ്. പക്ക ഗ്രാമീണ വഴി. നൈസ്. നമ്മളങ്ങനെ ചെറിയ ആ കൃഷിത്തോട്ടങ്ങളൊക്കെ കഴിഞ്ഞ് ചെറിയൊരു ഗ്രാമത്തിൽ വന്ന് കയറിയിട്ടുണ്ട്. ഈ ഗ്രാമത്തിൽ നിന്ന് ഇപ്പം മെയിൻ റോഡിലേക്ക് വന്നിട്ട് ജോയിൻ്റ് ആവണേ. അവിടെ നിന്ന് ലെഫ്റ്റ് പോകാനാണ് മാപ്പിൽ കാണിക്കുന്നത്. അപ്പോൾ അത് ചെറിയ ഗ്രാമമാണ്. അമ്പലവും ചെറിയ കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ ആയിട്ടുള്ള ഒരു തമിഴ്നാടൻ ഉൾപ്രദേശ ഗ്രാമം. നമ്മളിവിടുന്ന് കൊടൈക്കനാലിലേക്കുള്ള വഴി, അത് നല്ല പുളിയുള്ള വഴി. ആഹാ, നൈസ്. പൊള്ളാച്ചിയിലേക്ക് കാണുന്ന ടൈപ്പ് പുളിയുള്ള വഴിയിലേക്കാണ് നമ്മൾ വന്ന് കയറിയത്. ഇവിടെ നിന്ന് നമുക്കിനി സ്ട്രെയിറ്റ് കൊടൈക്കനാൽ. നമ്മൾ ഇതുവരെ വന്ന വഴികളെല്ലാം നല്ലതായിരുന്നു. ഇപ്പോൾ നമ്മൾ കൊടൈക്കനാലോട് അടുത്തു. ജസ്റ്റ് ഒരു 8 കിലോമീറ്ററൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഓടിച്ച് വന്നിട്ട് നമുക്ക് ഇല്ലാത്ത പ്രശ്നമാണ് ഇതിപ്പോൾ ഈ കൊടൈക്കനാൽ അടുത്ത് കഴിഞ്ഞപ്പോൾ. ഭയങ്കര പാച്ചി റോഡ്സാണ്, അതേപോലെ തന്നെ ചാട്ടവും കുലുക്കവും. അപ്പോൾ ഇത്രയും നേരം ഓടിച്ച ക്ഷീണത്തിനപ്പുറം ബോഡി പെയിൻ വരാനായിട്ട് ഇതേണ്ടല്ലേ ഈ ടൈപ്പ് കുഴികളിൽ ചാടിയാൽ മതി. അപ്പോൾ അതാണ് ഈ കൊടൈക്കനാലിൽ അടുക്കുമ്പോഴുള്ള റോഡിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. മാത്രമല്ല റോഡിൽ അത്യാവശ്യം തിരക്കുണ്ട്. ഈവനിങ് ടൈം ആയതുകൊണ്ട് സ്കൂൾ ബസ് ഉണ്ട്. ഇന്നൊരു 8 ദിവസമാണ്, ഒരു വ്യാഴാഴ്ചയാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഈ ഒരു അവസാനത്തെ ഇന്നത്തെ ഫസ്റ്റ് ഡേയുടെ അവസാനത്തെ ലാപ്പ് നമുക്ക് കുറച്ച് ടഫായിട്ടാണ് തോന്നുന്നത്. അങ്ങനെ അതെ നമ്മൾ ഈ കാണുന്ന ബിൽഡിങ്സ് എല്ലാം കൊടൈക്കനാൽ എന്ന് പറയുന്ന ഒരു ഹിൽ സ്റ്റേഷൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. നമ്മൾ കൊടൈക്കനാലിലേക്ക് എൻ്റർ ചെയ്തു.
അത്യാവശ്യം വലിയ മലനിരകളിൽ ഇങ്ങനെ താഴെയും മുകളിലൊക്കെ ആയിട്ട് വ്യാപിച്ച് കിടക്കുന്ന അത്യാവശ്യം നല്ല വലിയൊരു ഹിൽ സ്റ്റേഷൻ തന്നെയാണ് കൊടൈക്കനാൽ. അപ്പോൾ അതിൻ്റെ ബിൽഡിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഈ ഒരു പൊസിഷനിൽ നിന്നാണ്. നമ്മുടെ സിറ്റിയിൽ തന്നെയല്ല, നമുക്ക് ഇവിടുന്ന് കുറച്ചൊരു ദൂരമുണ്ട് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക്. ഇപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുപ്പായിട്ടുണ്ട്. 5 മണി വൈകുന്നേരത്തെ സൂര്യൻ പോകുന്നേ ഉള്ളൂ. പക്ഷേ ഇതേ മലകളിലൊക്കെ കോടയും മഞ്ഞ് മൂടി നിൽക്കുന്നത് കാണാം. നല്ല ക്ലൈമറ്റ് ഉണ്ട്. രാത്രി നല്ല തണുവുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് കൊടൈക്കനാലിൻ്റെ പ്രവേശന കവാടം എന്ന് പറയുന്നത്. കാറുകൾക്ക് ഇവിടെ ടോളുണ്ട്, പക്ഷേ ബൈക്കിന് ഫ്രീ ആണ് എന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് നോക്കണം. നമ്മൾ നേരെ കയറി വരുന്നത് ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ്. അത്യാവശ്യം ആക്റ്റീവായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം തന്നെയാണ്. വെള്ളമുണ്ട്, പക്ഷേ നമുക്ക് പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള അത്രയും വെള്ളത്തിൻ്റെ ഫ്ലോ ഒന്നുമില്ല. തിരക്കും അതേപോലെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഒരു എന്താ പറയുക, അത്രയും ദൂരം ആൾക്കാർ യാത്ര ചെയ്ത് തന്നിട്ട് ഒന്ന് ഹോൾട്ട് ചെയ്യുന്നൊരു സ്ഥലം കൂടെയാണിത്. അപ്പോൾ അതിൻ്റെ തിരക്കുകൾ നമുക്കവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഹോട്ടലിലേക്കാണ് പോകുന്നത്. ഫ്രണ്ടിൽ പോകുന്ന അബി ഹോട്ടലിലേക്കുള്ള ലൊക്കേഷൻ മാപ്പിലിട്ടിട്ടുണ്ട്. നമ്മൾ കൊടൈക്കനാൽ റൂം തപ്പി പോവാണ്. തപ്പി മീൻസ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൊടൈക്കനാലിൻ്റെ ഇന്നർ ഏരിയയിലേക്കാണ് കേട്ടോ. അതായത് ടൗണിൻ്റെ തന്നെ ഉള്ളിൽ അത്യാവശ്യം നല്ല ഉള്ളിലായിട്ടാണ് പ്രോപ്പർട്ടി വരുന്നതെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നമ്മളങ്ങനെ നമ്മുടെ പ്രോപ്പർട്ടി തപ്പി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നോക്കാം എവിടെയാണ് നമ്മുടെ പ്രോപ്പർട്ടിന്ന്. നല്ല രസമുണ്ട് കേട്ടോ. കണ്ടോ, കോട്ടേജൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ വ്യൂയും അതേപോലെ തന്നെ ചെറിയൊരു ഔട്ടിങ്ങിൻ്റെ ഏരിയ, ഇത്രയാണ് നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അടിയത്തെ റൂമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. റൂം ടൂർ ഞാൻ കയറുമ്പോൾ കാണിച്ചു തരാം. ബൈക്ക് നമ്മൾ 2 വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, 2 വണ്ടി അവിടെയും പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബൈക്കൊക്കെ വെച്ചിരിക്കുന്നത് മുകളിലാണ്. ഈ 103-ാം നമ്പറാണ് നമ്മുടെ റൂം. റൂമിലേക്ക് കയറുമ്പോൾ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂം കാണാം. ഇത് അത്യാവശ്യം മെസ്സി ആയിട്ട് കിടക്കുവാണ്, കാരണം നമ്മുടെ ബാഗും ഹെൽമെറ്റ്സും കാര്യങ്ങളൊക്കെ. TV ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ വൈഫൈ അവൈലബിൾ ആണ്. വാർഡ്രോബ് ഉണ്ട്, അതേപോലെ തന്നെ ഒരു മിറർ, അത്യാവശ്യം ടെലിഫോണ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഇങ്ങനൊരു വ്യൂ ഉണ്ട്. നല്ല അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ നമുക്കുണ്ട്. ഇതാണ് നമ്മുടെ ടോയ്ലറ്റ്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ടോയ്ലറ്റും നമുക്കുണ്ട്.